भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा माह्यं ददाति स्वापदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथां वितां तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिंधु दीनबंधो जगत्पति गोपेश गोपिका कांता राधा कांता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും സ്വാഗതം. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സനാതന ഗോസ്വാമിയുടെ സനാതന ശിക്ഷകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു, അതായത് കൃഷ്ണൻ തന്നെ കൃഷ്ണൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് ഇംഗ്ലീഷിൽ പറയും ഹിയറിംഗ് ഫ്രം ദി ഹോഴ്സ് മൗത്ത്, അതായത് ഒറിജിനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ നമ്മൾ പറയും, ഓക്കെ, വേദങ്ങൾ എല്ലാം മാനിപ്പുലേറ്റഡ് ആണ്, നമുക്ക് ശരിക്കുള്ള വേദം ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തു, അത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അത് ആരും കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഭഗവത്ഗീതയെ കുറിച്ച് പറയുമ്പോൾ പറയും, ഭഗവത്ഗീത എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് ആയിരിക്കും, ഇത്രയും നാളായിട്ട് പലരും മാനിപ്പുലേറ്റ് ചെയ്ത് കാണും, അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഒരിക്കലും കുരുക്ഷേത്രത്തിലില്ലായിരുന്നല്ലോ, നമ്മൾ നേരിട്ട് കേട്ടിട്ടില്ല, നേരിട്ട് കേൾക്കാത്തത് ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ഇവിടെ നമുക്ക് ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭു എന്താണ് സനാതന ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തേക്കുന്നത്, അത് ഡയറക്റ്റ് ആയിട്ട് സനാതന ഗോസ്വാമിക്ക് കിട്ടിയ ഭാഗം തന്നെ നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് അത് നേരിട്ട് മനസ്സിലാക്കാനും നേരിട്ട് കേൾക്കാനും പഠിക്കാനും ഉള്ള അവസരമാണ് ചൈതന്യ ചരിതാമൃതത്തിൽ തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ സനാതന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് തന്നെ ബേസിക് ആയിട്ടുള്ള കൃഷ്ണ കോൺഷ്യസ്നെസ്സിന്റെ ബേസിക്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പോകുന്നതിന് കാരണം അതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നെ അറിയിക്കുക, നമുക്ക് അവിടെ സ്ലോ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നിർത്തിയത് ഒരു സ്റ്റോറിയുടെ അവിടെ വെച്ചായിരുന്നു. എങ്ങനെയാണ് ഭക്തി യോഗയെക്കാട്ടിലും അഷ്ടാംഗത്തിനെക്കാട്ടിലും മെന്റൽ സ്പെക്കുലേഷനെക്കാട്ടിലും ജ്ഞാനയോഗത്തെക്കാട്ടിലും ശ്രേഷ്ഠം എന്നുള്ള പറയുന്ന രീതിയിൽ ഒരു കഥ ചൈതന്യ മഹാപ്രഭു പറഞ്ഞായിരുന്നു. അതിന് ശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് കോട്ടേഷൻ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്. അവിടെ കൃഷ്ണൻ പറയുന്നുണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് വേദിക് സ്ക്രിപ്റ്റേഴ്സ് എന്ന്. വേദിക് സ്ക്രിപ്റ്റേഴ്സിന്റെ എസെൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വേദശ്ച സർവൈർ അഹമേവ വേദ്യോ എന്നുള്ള ഭഗവത്ഗീതയിലെ ശ്ലോകത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ ഇത് തന്നെയാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് ഉദ്ധവന്റെ അടുത്ത്. എന്നിട്ട് കൃഷ്ണന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നതാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി കൃഷ്ണന്റെ ഫോം എന്ന് പറയുന്നത്, രൂപം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതിന് അൺലിമിറ്റഡ് ഒപ്പുലൻസോ ഉള്ളത്, നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. ഇന്റേണൽ പൊട്ടൻസി ഉണ്ട്, എക്സ്റ്റേണൽ പൊട്ടൻസി ഉണ്ട്, മാർജിനൽ പൊട്ടൻസി ഉണ്ട്. അതായത് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തി, ഇതുണ്ടെന്ന് നമ്മൾ മൂന്നായിട്ട് പറയും. പക്ഷെ ഒരു വ്യക്തിക്കും ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ഗ്രഹിക്കാനും പറ്റില്ല. ഈവൻ
1000 നാവുള്ള അനന്തന് പോലും സൃഷ്ടിയുടെ തുടക്കം മുതൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ അനന്തൻ ഓരോ പ്രാവശ്യവും വർണ്ണിച്ച് തീരുമ്പോഴും 1000 വാക്കുകൊണ്ട് നാവുകൊണ്ട് വർണ്ണിച്ച് തീരുമ്പോഴും ആ വർണ്ണിക്കുന്നതിനിടയിൽ തന്നെ കൃഷ്ണൻ അനന്തനായിട്ട് അനന്ത രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യുകയും ഭഗവാന്റെ ഗ്ലോറീസ് വർദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. അത് നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് പറഞ്ഞാൽ അത് ഇത് എക്സാഗ്രേഷൻ ആണ്, അല്ലെങ്കിൽ ഇത് കുറച്ച് കൂടുതലാണ്, അല്ലാതെ ശരിക്കുള്ള സാധനമൊന്നും അല്ല എന്ന് തോന്നും. പക്ഷേ അത് നമുക്ക് കൃഷ്ണനെ മനസ്സിലാവാഞ്ഞിട്ടാണ്. ശ്രീമദ് ഭാഗവതത്തില് 10ാമത്തെ കാൻറ്റോയില് ശ്രീകൃഷ്ണനെ കുറിച്ച്, അതായത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആയിട്ടുള്ള കൃഷ്ണനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചൈതന്യ മഹാപ്രഭു അതിനെ കോട്ട് ചെയ്തിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ലോകത്തിന്റെ എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. അദ്ദേഹം എപ്പോഴും കൗമാരപ്രായനാണ്. അദ്ദേഹത്തിന് ശരീരത്തില് ഭൗതികമായിട്ട് ഒന്നുമില്ല, ഫുള്ളി സ്പിരിച്വൽ ബ്ലിസ് മാത്രമേ ഉള്ളൂ. ഈ കൃഷ്ണ അല്ലെങ്കിൽ ഗോവിന്ദ എന്ന് പറയുന്ന സുപ്രീം കൺട്രോളർ, ഈശ്വര പരമകൃഷ്ണ എന്ന് ബ്രഹ്മ സംഹിതയിൽ പറഞ്ഞവര്, ഗോവിന്ദനാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. അദ്ദേഹത്തിന് നമുക്ക് മനുഷ്യരെല്ലാം 3 രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് 3 രീതിയിൽ ഭഗവാനെ അപ്രോച്ച് ചെയ്യാം. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇതിലെല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ 3 രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ബ്രഹ്മൻ, പരമാത്മൻ, ഭഗവാൻ എന്നാണ്. ഇത് തന്നെ ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ബ്രഹ്മൻ എന്ന് പറയുന്നത് എന്താണെന്നും, അതിന്റെ എക്സാമ്പിൾ അനുസരിച്ച് ഒരു സൂര്യന്റെ സൂര്യനെ മനസ്സിലാക്കണമെങ്കിൽ സൂര്യന്റെ രശ്മിയെ മനസ്സിലാക്കുന്നത് ബ്രഹ്മൻ റിയലൈസേഷൻ ആണെന്നും, സൂര്യന്റെ ഗോളത്തെ മനസ്സിലാക്കുന്നത് പരമാത്മ റിയലൈസേഷൻ ആണെന്നും, സൂര്യ ഭഗവാനെ മനസ്സിലാക്കുന്നത് ഭഗവാൻ റിയലൈസേഷൻ ആണെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അത് ചൈതന്യ മഹാപ്രഭു ഇവിടെ സനാതന ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൃഷ്ണനെ എല്ലാ ജീവാത്മാക്കളുടെയും, അനന്തകോടി ജീവാത്മാക്കളുടെ ഒറിജിനാണെന്നും, വേറെ ആരുമല്ല, കൃഷ്ണനിൽ നിന്നാണ് എല്ലാ ജീവാത്മാക്കളും വരുന്നതെന്നും, ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഭഗവാനിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് പോയിന്റ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റൂ. കൃഷ്ണന്റെ ദിവ്യമംഗളമായിട്ടുള്ള ശരീരം അല്ലെങ്കിൽ രൂപം മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയുത സേവനം മാത്രമേ ഉള്ളൂ, വേറെ ഒരു വഴിയുമില്ല. ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും അഷ്ടാംഗയോഗമായാലും കൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയുത സേവനം തന്നെ വേണം. കൃഷ്ണന് രൂപത്തിൽ പറയുമ്പം 3 രൂപങ്ങളാണ് ഉള്ളത്. സ്വയം രൂപമുണ്ട്, തദേകാത്മരൂപം, ആവേശരൂപം. ഇങ്ങനെ 3 രൂപങ്ങളിലാണ് കൃഷ്ണൻ പ്രകടപ്പെടുന്നത്. ഇതിന് പല കൊട്ടേഷൻസ് ചൈതന്യ പ്രഭു തരുന്നുണ്ട്. ഈ സ്വയം രൂപവും സ്വയം പ്രകാശം, ഇത് രണ്ടെന്ന് പറയുന്നത് കൃഷ്ണന്റെ സ്വയം രൂപത്തിന്റെ തന്നെ ആവിർഭാവമാണ്. അതിൽ നിന്നും വരുന്നതാണ്, ആവിർഭവിക്കുന്നതാണ് സ്വയം രൂപവും സ്വയം പ്രകാശവും. ഇത് ഭഗവാന്റെ 2 കൈയുള്ള രൂപങ്ങളാണ്. ഇത് ഉദാഹരണത്തിന് നമുക്ക് സ്വയം രൂപ എന്ന് പറയുന്ന ശരീരം, ഭഗവാന്റെ ശരീരം, നമുക്ക് ഒരു കൊച്ച് കൗഹേർഡ് ഇടയ കുട്ടിയായിട്ട് വൃന്ദാവനത്തിൽ കാണുന്ന രൂപത്തെ സ്വയം രൂപ എന്ന് പറയുന്നു. ഇനി ഈ രൂപത്തിൽ തന്നെ കൃഷ്ണൻ 2 വിഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് പ്രഭാവവും വൈഭവവും. പ്രഭാവവും വൈഭവവും എന്ന് പറയുമ്പം ഇതിന്റെ ഈ ഫീച്ചേഴ്സിലാണ് അദ്ദേഹം, അതായത് ഒരാളായിട്ടിരിക്കുന്ന ഇടയനായിട്ടിരിക്കുന്ന കൃഷ്ണൻ പലതായിട്ട് വിഭജിക്കുന്നതാണ് പ്രഭാവവും വൈഭവമായിട്ട്. ഉദാഹരണത്തിന് കൃഷ്ണൻ, നമുക്കെല്ലാവരും അറിയാം, രാസലീലയിലെ കൃഷ്ണൻ എത്ര മില്യൺ കണക്കിന് ഗോപികമാരുണ്ടായിരുന്നു. അവരെല്ലാവരിലുമായിട്ട് ഓരോരുത്തർക്ക് ഓരോ കൃഷ്ണൻ എന്ന രീതിയിൽ ഭഗവാൻ വികസിച്ചു. അതേപോലെ ദ്വാരകയിലെ 16,108 പത്നിമാരുള്ളതിൽ കൃഷ്ണൻ ഒരേ സമയം അത്രയും ഫീച്ചേഴ്സ് ആയിട്ട് വികസിച്ചു. എന്നാൽ ഇതിനെ എന്താ പറയണേ, രാസ ഡാൻസിലുള്ള എക്സ്പാൻഷൻസിനെ ദ്വാരകയിലെ പത്നിമാരുമായിട്ട് എക്സ്പാൻഡ് ചെയ്ത കൃഷ്ണനെയും ഇങ്ങനെയുള്ള കൃഷ്ണന്റെ എക്സ്പാൻഷൻസിനെ, ഇങ്ങനെ കൃഷ്ണൻ എക്സ്പാൻഡ് ചെയ്യുന്ന ലീലകളിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ
പ്രാഭവ പ്രകാശ എന്നാണ് പറയുന്നത്. ഓർക്കുക, എന്താണ് കൃഷ്ണൻ, രണ്ട് കൈയിട്ടുള്ള കൃഷ്ണൻ തന്നെ രാസലീലയിൽ എക്സ്പാൻഡ് ചെയ്തതും പത്നിമാരായിട്ട് പത്നിമാരുടെ ഓരോ അന്തപുരത്തിലും കൃഷ്ണൻ എക്സ്പാൻഡ് ചെയ്തതും അതിനെ പ്രാഭവ പ്രകാശ എന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് കേട്ടോണ്ടിരുന്നാൽ ചിലപ്പം പെട്ടെന്ന് മറന്നുപോകും. നോട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഇത് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ചൈതന്യ മഹാപ്രഭു ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഈ സൗകര്യ മുനിയും തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്തായിരുന്നു. പക്ഷേ സൗകര്യമുനിയുടെ എക്സ്പാൻഷനും കൃഷ്ണന്റെ എക്സ്പാൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സൗകര്യമുനിയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പാൻഷൻ ചെയ്യുന്നത് തന്നെയായിരിക്കും മറ്റുള്ള എക്സ്പാൻഷൻസും ചെയ്യുന്നത്. അത് ഒരു കാര്യം, ഒരു പേന എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സ്പാൻഷൻസും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കൃഷ്ണന്റെ എക്സ്പാൻഷനും സൗകര്യമുനിയുടെ മഹർഷിയുടെ എക്സ്പാൻഷനും തമ്മിൽ ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം അതുകൊണ്ടാണ് നാരദമുനി ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആകുമ്പോൾ അതിനെ പ്രാഭവ പ്രകാശം എന്ന് പറയും. എന്നാൽ ഭഗവാന്റെ രൂപത്തിൽ ചെറിയ വ്യത്യാസം വരുമ്പോൾ അതിനെ വൈഭവ പ്രകാശം എന്നാണ് പറയുന്നത്. ചില സമയത്ത് നമുക്ക് അറിയാം, നമുക്ക് വൈഭവ പ്രകാശയുടെ ഫസ്റ്റ് പറയുമ്പോൾ ബൽറാമനാണ്, കൃഷ്ണനിൽ നിന്നും വരുന്നതാണ് ബൽറാംജി. ഇത് ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് വൈഭവ പ്രകാശ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ബൽറാമനാണ്. ബൽറാമനും കൃഷ്ണനും രണ്ട് ബോഡി കളർ, വെളുപ്പും കറുപ്പും, ഇതേ ഉള്ളു വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇനി വൈഭവ പ്രകാശയുടെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദേവകിയുടെ പുത്രൻ. നമുക്കറിയാം, ദേവകിയുടെ പുത്രനായിട്ട് വന്നത് 4 കൈയുള്ള ഭഗവാനാണ്. അവിടെ ദർശനം കൊടുക്കുകയും 4 കൈ, പിന്നെ 2 കൈ അമ്മ പറഞ്ഞ അനുസരിച്ച് 2 കൈ മറച്ച് ഒരു കൊച്ചായിട്ട്, സാധാരണ കൊച്ചായിട്ട് വന്നു. അപ്പൊ ഈ ദേവകി പുത്രനായിട്ടുള്ള ഭഗവാന്റെ എക്സ്പാൻഷൻ അതൊരു വൈഭവ പ്രകാശമാണ്. പുള്ളിക്കാരന് ചിലപ്പോൾ 4 കൈ ആയിരിക്കും, ചിലപ്പോൾ 2 കൈ ആയിരിക്കും. 2 കൈയുള്ള ഭഗവാനെ വൈഭവ പ്രകാശം എന്നും 4 കൈയുള്ളതിനെ പ്രാഭവ പ്രകാശം എന്നും പറയും. ഹരേ കൃഷ്ണ. ഇത് കുറച്ച് കൂടുതലായി പോകുന്നുണ്ടോ? ഞാൻ സ്കിപ്പ് ചെയ്ത് പോണോ? ഹരേ കൃഷ്ണ. ഹരിബോൽ, എല്ലാവരും ഉറങ്ങിയോ? ഹരേ കൃഷ്ണ പ്രഭു, ധന്യവാദ് പ്രണാം. ഇറ്റ്സ് ഓക്കേ ബ്രോ, നൈസ് ബ്രോ. അല്ലേ, ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അതെ ബ്രോ. ഓക്കെ, ശരി. അപ്പൊ ഭഗവാനെ എപ്പോഴാണോ 2 കൈയിൽ കാണിക്കുന്നത്, 2 കൈയിൽ നിൽക്കുന്നത്, അതിനെ വൈഭവ പ്രകാശം എന്നും 4 കൈയുള്ളതിനെ പ്രാഭവ പ്രകാശം എന്നും പറയും. ഇപ്പൊ കൃഷ്ണൻ, നമുക്ക് അറിയാവുന്ന കൃഷ്ണൻ എന്ന് പറയുന്നത് ആട്ടിടയനായിട്ടുള്ളത്, അതാണ് ഭഗവാന്റെ ശരിക്കുള്ള രൂപം. പക്ഷെ ഇടയ്ക്ക് ഭഗവാൻ 4 കൈയുള്ള ഫോംസ് ചിലപ്പം ഗോപിമാരെ കളിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഇടയിലാണെങ്കിലും കാണിക്കും. ആ സമയത്ത് അതിനെ ഇതെന്ന് പറയുന്ന രൂപം എന്ന് പറയുന്നത് പ്രാഭവ പ്രകാശമാണ്, 4 കൈയുള്ളത്. പിന്നെ ഈ പ്രാഭവ പ്രകാശത്തിലുള്ളതായാലും വൈഭവ പ്രകാശത്തിലുള്ള കൃഷ്ണനായാലും രണ്ടുപേരും നന്ദഗോപരുടെ മകനായിട്ടുള്ള കൃഷ്ണന്റെ, ആട്ടിടയനായിട്ടുള്ള കൃഷ്ണന്റെ ആ രൂപവും മാധുര്യവും കാണുമ്പോഴത്തേക്ക്, അതായത് സ്വയം രൂപം കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള വർണ്ണന കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണന് മതിമറന്നു പോവുക ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചൈതന്യമാവ് പറയുന്നുണ്ട്, ദ്വാരകയിലിരുന്ന കൃഷ്ണൻ ഒരിക്കൽ ആട്ടിടയനായിട്ടുള്ള തന്റെ തന്നെ ഒരു ഫോട്ടോ കണ്ടിട്ട് മതിമറന്നുപോയി. തന്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടിട്ട് മറന്നുപോയിട്ടുണ്ട്. പക്ഷെ ഇത് കൊച്ചിനാലിലെ ഒരു ഫോട്ടോ കണ്ടിട്ട്, ഒരു പടം വരച്ചേക്കുന്നത് കണ്ടിട്ട് മതിമറന്നുപോയി. കാരണം അത്രയ്ക്ക്, അതായത് കൃഷ്ണനെ പോലും, അതായത് പ്രാഭവ പ്രകാശത്തെയും വൈഭവ പ്രകാശത്തിലുള്ള കൃഷ്ണനെ പോലും ആകർഷിക്കാനുള്ള കഴിവ് സ്വയം രൂപ കൃഷ്ണനുണ്ട്. ഒന്നാലോചിക്കുക, സ്വയം രൂപ കൃഷ്ണന്റെ മധുരിമ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന്. അതായത് കൃഷ്ണന്റെ വംശത്തിന്റെ അംശത്തിനെയും പോലും ആകർഷിപ്പിക്കാൻ സ്വയം രൂപയ്ക്ക് പറ്റുന്നു. അതുപോലെ തന്നെ വാസുദേവൻ എന്ന് പറയുന്ന വാസുദേവ കൃഷ്ണന്റെ, നമുക്കെല്ലാം അറിയാം, ശരിക്കുള്ള സ്വയം രൂപം അല്ലെങ്കിൽ ശരിക്കുള്ള കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോയില്ല. അപ്പൊ വാസുദേവ കൃഷ്ണനാണ് ഗന്ധർവന്മാര് ഡാൻസ് കളിക്കുന്ന ഒരു പ്രാവശ്യം കണ്ടപ്പോൾ, മധുരയെ വെച്ചിട്ട് ഡാൻസ് കണ്ടപ്പം പുള്ളിക്കാരനെ
കൃഷ്ണന്റെ സ്വയം രൂപ കൃഷ്ണന്റെ ഓർമ്മ വരികയും മൂർച്ഛിച്ച് വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചൈതന്യ മഹാപ്രഭു കോട്ട് ചെയ്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്വയം രൂപ കൃഷ്ണൻ മഹത്തരമാണെന്നുള്ളത്. പിന്നെ വേറൊരു രീതിയിൽ ഡെഫിനിഷൻ, ഇപ്പൊ ഇതേപോലെ തന്നെ കൃഷ്ണൻ ഒരു രീതിയിൽ നമ്മൾ പ്രാഭപ്രകാശവും വൈഭവ പ്രകാശവും പറഞ്ഞു, അതേപോലെ തന്നെ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കലി പറയുമ്പോൾ ശരീരത്തില് ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനെ തദേകാത്മ രൂപം എന്ന് പറയും. ഈ തദേകാത്മ രൂപത്തിൽ നിന്ന് നമുക്ക് വിലാസ രൂപങ്ങളും, അതായത് നമുക്ക് പാസ്റ്റ് ടൈംസ് ലീലകൾ കളിക്കാനുള്ള ലീലകൾക്കുള്ള രൂപങ്ങളും, അതുപോലെ പേഴ്സണൽ എക്സ്പാൻഷൻ, അതിനെ പറയുന്നത് സ്വാംശ എന്നാണ് പറയുന്നത്. ഇത് ഓരോ പാസ്റ്റ് ടൈമും അല്ലെങ്കിൽ ലീലയ്ക്കും ഓരോ പേഴ്സണൽ എക്സ്പാൻഷൻസ് അനുസരിച്ച്, ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രഹ്മവിമോഹൻ ലീലയിലെ ഉണ്ടായിരുന്ന എക്സ്പാൻഷൻസ് അതെല്ലാം സ്വാംശങ്ങൾ തന്നെയാണ്. വേറെ രൂപങ്ങളാണെങ്കിലും ഈവൻ പശുക്കളാണെങ്കിലും പോലും. ചില സമയത്ത് വിലാസങ്ങളാണെങ്കിൽ വിലാസങ്ങളെ നമുക്ക് രണ്ട് രീതിയായിട്ട്, അതായത് പാസ്റ്റ് ടൈംസ് ലീലകൾക്കുള്ള വിലാസ രൂപങ്ങൾ പറയുമ്പം അതിനെയും നമുക്ക് പ്രാഭവ പ്രകാശമെന്നും പ്രാഭവ വിലാസമെന്നും വൈഭവ വിലാസം എന്നും പറയും. അതങ്ങനെ നേരത്തെ പറഞ്ഞ പ്രഭവ പ്രകാശവും വൈഭവ പ്രകാശവും പറഞ്ഞതുപോലെ തന്നെ വേറൊരു രീതി, അത് ഭഗവാന്റെ സ്വയം രൂപത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്തു, ഇത് ഭഗവാനെ തന്നെ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, നേരത്തെ വ്യത്യാസമില്ല, ഒരേ രൂപ ഫീച്ചേഴ്സ് ആണ്, ഇത് വ്യത്യാസങ്ങളുള്ളതിനെ വിലാസം എന്നാണ് പറയുന്നത്. തദേകാത്മ രൂപത്തിൽ നിന്നും വിലാസം, സ്വാംശം, വിലാസത്തിലെ പ്രാഭവ വിലാസവും വൈഭവ വിലാസവും ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതില് വ്യത്യാസം വരുമ്പം ഉള്ളതാണ് നമുക്കറിയാവുന്ന ചതുർ എക്സ്പാൻഷൻസ്, അതായത് സംഘർഷൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. ഇവര് എന്ന് പറയുന്നത് പ്രാഭവ വിലാസ രൂപങ്ങളാണ്. ഇപ്പൊ ഈ രീതി ഇത് ഈ എന്താ പറയണ ചതുർ എക്സ്പാൻഷൻസിനെ കൃഷ്ണന്റെ എക്സ്പാൻഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഇവര് ഗോലോകത്താണ് വികസിക്കുന്നത്. ഈ എക്സ്പാൻഷൻസ് വൈകുണ്ഠത്തിലോട്ട് വരുന്നില്ല. വൈകുണ്ഠത്തിൽ വരുന്നത് വേറെ സംഘർഷൻ എക്സ്പാൻഷനാണ്. ഇപ്പം ബൽറാമൻ നമ്മൾ പറഞ്ഞ പോലെ വൈഭവ പ്രകാശയാണ്, കറുപ്പും വെളുപ്പും എന്നുള്ള ചേഞ്ച് ആണ്, ആ ഒരു ചെറിയൊരു കളറിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ എക്സ്പാൻഷൻ ബൽറാമൻ തന്നെയാണ് പിന്നെ വാസുദേവൻ, പ്രദ്യുപ്നൻ, സംഘർഷനായി മാറുകയും അങ്ങനെ പ്രാഭവ വിലാസത്തിലാവുകയും ചെയ്യുന്നത്. പക്ഷെ പ്രാഭവ വിലാസത്തിൽ വരുമ്പം വൈഭവ വിലാസത്തിലുള്ള വൈഭവ പ്രകാശത്തിലും പ്രാഭവ വിലാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ചേഞ്ച് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കൃഷ്ണനും ബലറാമന്റെ ആ ഒരു മധുരിമയുണ്ട്, മറ്റേവിടത്ത് എത്തുമ്പോഴത്തേക്ക് കുറച്ച് ഐശ്വര്യം കുറച്ച് കൂടും. അപ്പൊ ഇതിനെ ചതുർവ്യൂഹത്തിലെ ഈ ഫസ്റ്റ് ചതുർവ്യൂഹം എന്ന് പറഞ്ഞ 4 പേരും ഗോലോകത്തിൽ ഇരിക്കുന്നു പറഞ്ഞു. അവര് തന്നെയാണ് ദ്വാരകയിലും മധുരയിലും എക്സ്പാൻഡ് ആവുന്നത്. ഇനി ഈ എക്സ്പാൻഷൻ ചതുർവ്യൂഹം ആക്ച്വലി 24 ഫോംസ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാകുക, നമുക്ക് ഇത്ര നാളും കൃഷ്ണനെ അറിയാം, കൃഷ്ണൻ ഒരു ആട്ടിടയനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെ വർണ്ണിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇയാളെ അറിയാമോ എന്ന് തന്നെ നമ്മൾ ചോദിച്ചു പോകും. ആ രീതിയിലാണ്. അത്രയ്ക്ക് അതാണ് ആദ്യമേ പറഞ്ഞത്, നമുക്ക് ഭഗവാനെ രൂപം മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എളിമ വരും, ഭഗവാൻ എത്ര മഹത്തരമാണെന്നുള്ള ഒരു എളിമ നമുക്ക് വരും. ചതുർവ്യൂഹത്തിൽ നിന്നും വീണ്ടും 24 ഫോംസ് വരുന്നുണ്ട്. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും കയ്യിൽ എങ്ങനെയാണ് ശംഖ്, ചക്ര, ഗദാപത്മം വഹിച്ചേക്കുന്നത് അതനുസരിച്ചാണ്. ഇതിപ്പം ഞാൻ എന്താ പറയണ, ഓരോ എക്സ്പാൻഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം വാസുദേവന്റെ എക്സ്പാൻഷൻസ് എന്ന് പറഞ്ഞാൽ കേശവ, നാരായണ, മാധവ എന്നാണ്. സംഘർഷന്റെ ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ. അപ്പൊ ഈ ഗോവിന്ദ എന്ന് പറയുന്നത് ഒറിജിനൽ ഗോവിന്ദ അല്ല, ഇത് 4 ബാഹുക്കളായിട്ടുള്ള ഗോവിന്ദനാണ്. അപ്പൊ ഇങ്ങനെ പ്രദ്യുമ്നന്റെ ത്രിവിക്രമ, വാമന, ശ്രീധര, അനിരുദ്ധന്റെ ഋഷികേശ, പത്മനാഭ, ദാമോദര. ഇങ്ങനെ ഈ 12, ഇപ്പൊ പറഞ്ഞ 12, 4 നിന്ന് 3 കുണിക്കുമ്പോൾ 12 കിട്ടും. ഈ 12 ആൾക്കാരാണ് 12 മാസങ്ങളുടെയും അധിപൻ. നമുക്ക് സ്മരിക്കുകയാണെങ്കിൽ വൈഷ്ണവ കലണ്ടർ അനുസരിച്ച് 12 മാസങ്ങളുണ്ട്. ഈ 12 മാസങ്ങൾ വരുന്നത് ചതുർവ്യൂഹത്തിനെയും 3 ശംഖുചക്രഗദാപത്മം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉള്ള ഫസ്റ്റ് 12 ആണ്. എന്നിട്ട് അവർക്ക് ഓരോ മാസവും കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇങ്ങനെ
ചൈതന്യ മഹാപ്രഭു പിന്നെ 24 പേരുടെയും എവിടെയാണ് വസിക്കുന്നതെന്നും പറയുന്നുണ്ട്. എല്ലാ ഞെത്തിലോട്ട് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് എക്സാമ്പിളിന് മാത്രം പറയാം. ഉദാഹരണത്തിന് നാരായണന്റെ എക്സ്പീരിയൻസ്, നാരായണൻ ആത്മീയ ലോകത്താണ് ഉള്ളത്. അവിടെ തന്നെ ഈ സ്പിരിച്വൽ വേൾഡിന്റെ ഏറ്റവും മേളിലാണ് കൃഷ്ണലോകം ഉള്ളത്. ആ കൃഷ്ണലോകത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഗോലോക, മധുര, ദ്വാരക. ലോർഡ് കേശവ എന്ന് പറയുന്നത് മധുരയിൽ വസിക്കുന്നയാളാണ്. ലോർഡ് പുരുഷോത്തമ എന്ന് പറഞ്ഞാൽ ജഗന്നാഥൻ എന്നുള്ള പേരുണ്ട്. പുള്ളിക്കാരൻ എറ്റേണലി നീലാചലത്തിലാണ് താമസിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഈ ഗോലോകം, മധുര, ദ്വാരക എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ നീലാചല ധാമമുണ്ട്. നമുക്കറിയാവുന്ന ജഗന്നാഥ് പുരിയിൽ കാണുന്ന, ഇപ്പോൾ നമ്മൾ കാണുന്ന ദാരുബ്രഹ്മൻ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ വിളിക്കുന്ന ജഗന്നാഥ സ്വാമി സ്പിരിച്വൽ വേൾഡിലും എറ്റേണലി ഉണ്ട്. ഇതേപോലെ പ്രയാഗ ക്ഷേത്രത്തില് ബിന്ദു മാധവനായിട്ടിരിക്കുന്ന ഭഗവാനും ആത്മീയ ലോകത്തുണ്ട്. മന്ദരപർവ്വതത്തിനടുത്ത്, ഈ ഭൗതിക ലോകത്ത് മന്ദരപർവ്വതം ഇരിക്കുന്നിടത്ത് ഭഗവാനെ മധുസൂദനൻ എന്നാണ് പറയുന്നത്. ഈ മധുസൂദനായാലും വാസുദേവനായാലും പത്മനാഭനായാലും ജനാർദ്ദനായാലും അനന്ത ആരണ്യത്തെ താമസിക്കുന്ന ജനാർദ്ദനായാലും ഇവർക്കെല്ലാം കറസ്പോണ്ടിങ് ആത്മീയ ലോകത്ത് ഓരോ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കാണുന്ന ഇപ്പൊ ജഗന്നാഥ് പുരി ആയാലും പ്രയാഗ ക്ഷേത്രത്തിലെ ബിന്ദുമാധവനായാലും മന്ദരപർവ്വതത്തിനടുത്തുള്ള ഭഗവാനായിട്ടുള്ള മധുസൂദനായാലും ഇവരെല്ലാവരും ആത്മീയ ലോകത്ത് എറ്റേണലി ആയിട്ടുള്ള ആൾക്കാരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷ്ണു കാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഭഗവാൻ വിഷ്ണു ആയിട്ടാണ് ദർശിക്കുന്നത്. അതേപോലെ മായാപ്പൂരില് ഹരിയായിട്ട്. ഇതേ സിറ്റുവേഷൻ തന്നെ അവിടെയുണ്ട്, അവർക്കും ധാമമുണ്ട്. അപ്പൊ ഈ നമ്മൾ ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് പല രീതിയിൽ വ്യാപിച്ചിരിക്കുന്നു, പല സ്ഥലത്ത് പല ഡൈറ്റീസ് ആയിട്ട് വ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് സ്പിരിച്വൽ വേൾഡിലും അതിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്താണ്. ഇനി ഭഗവാനെ കുറിച്ച് പറഞ്ഞു വന്ന് സനാതന ഗോസ്വാമി അടുത്ത് ചൈതന്യ മഹാപ്രഭു ഓരോ ഡീറ്റെയിൽ ആയിട്ടാണ് പോണത്. ഞാനത് അത്രയും ഡീറ്റെയിലിൽ പോകുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുക. ഓരോ ശംഖ്, ചക്ര, ഗദാ, പത്മം പിടിച്ചേക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് പേര് പറയുന്നുണ്ട്. അതിന് ചൈതന്യ മഹാപ്രഭു സിദ്ധാർത്ഥ സംഹിത കോട്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്, സ്ക്രിപ്റ്റേഴ്സ് കോട്ട് ചെയ്തിട്ട്. ഞാൻ കൂടുതൽ ഇതിൽ പോകുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. എന്താ ഞാൻ ഈ പറഞ്ഞ ശംഖ്, ചക്ര, ഗദാ, പത്മം? ഉദാഹരണത്തിന് താഴത്തെ റൈറ്റ് ഹാൻഡ് നമുക്കറിയാം, 4 കൈ എന്ന് പറയുമ്പം 2 റൈറ്റ് ഹാൻഡും 2 ലെഫ്റ്റ് ഹാൻഡാണ് ഉള്ളത്. ഒന്ന് താഴത്തെ ഒന്ന് മേളത്തെ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ താഴത്തെ റൈറ്റ് ഹാൻഡിലെ ഒരു ഗദയും മേളത്തെ റൈറ്റ് ഹാൻഡിലെ ശംഖും മേളത്തെ ലെഫ്റ്റ് ഹാൻഡിലെ ചക്രവും താഴത്തെ ലെഫ്റ്റ് ഹാൻഡിലെ ഒരു പത്മവും ആണെങ്കിൽ ആ രൂപത്തെ വാസുദേവൻ എന്ന് പറയും. ഞാൻ സംഘർഷം കൂടെ പറയുന്നുള്ളൂ, വാസുദേവൻ ശങ്കർ. അപ്പം മനസ്സിലാക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഇത്ര. സംഘർഷനാണെങ്കിൽ താഴത്തെ റൈറ്റ് ഹാൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഗദ തന്നെയാണ്, മേളത്തെ റൈറ്റ് ഹാൻഡിൽ ശംഖാണ്. പക്ഷെ മേളത്തെ ലെഫ്റ്റ് ഹാൻഡിൽ പത്മവും താഴത്തെ ലെഫ്റ്റ് ഹാൻഡിൽ സുദർശന ചക്രവും. എന്താ ഇപ്പം വ്യത്യാസം? വാസുദേവനും സംഘർഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ ഇതേപോലെയാണ് പ്രദ്യുമ്നായാലും അനിരുദ്ധനായാലും വ്യത്യാസമുള്ളത്. ഇത് 24 പേരുടെയും എന്താണ് എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ളത് സനാതന ഗോസ്വാമിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ അല്ലെങ്കിൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആയിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്, നന്ദന്റെ മഹാരാജായിട്ടുള്ള കൃഷ്ണന് 2 പേരുണ്ട്. ഒന്ന് സ്വയം ഭഗവാനും രണ്ടാമത്തത് ലീലാ പുരുഷോത്തമൻ, ലീലകളുടെ ഏറ്റവും പുരുഷോത്തമൻ. അപ്പൊ ഭഗവാൻ ദ്വാരകാപുരിയിലെ പ്രൊട്ടക്ടറാണ്. അതേപോലെ തന്നെ ഈ ദ്വാരകാപുരിയിലെ 9 സ്ഥലത്തും
വേറെ 9 പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതായത് വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, നാരായണ, നരസിംഹ, ഹയഗ്രീവ, വരാഹ, ബ്രഹ്മ. ഈ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ചതുർമുഖ ബ്രഹ്മനല്ല, ഭഗവാന്റെ തന്നെ എക്സ്പാൻഷനാണ്. അപ്പൊ ഇവരെല്ലാമാണ് ദ്വാരകയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഏത് ദ്വാരകയെ? സ്പിരിച്വൽ ദ്വാരകയിൽ 9 ഡയറക്ഷനിലും പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ വരും, എന്തിനാണ് സ്പിരിച്വൽ ദ്വാരകയിൽ പ്രൊട്ടക്ഷൻ എന്തിനാണ്, അല്ലേ? കാരണം അവിടെ ആരും വരത്തില്ലല്ലോ. പക്ഷേ ഭഗവാനെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വൈകുണ്ഠത്തിലെ കുറിച്ച് എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ അവിടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, അനന്തകോടി ലക്ഷ്മിമാരെ ഭഗവാന്റെ ദർശനം ഭഗവാന്റെ നോട്ടം അവരിൽ വീഴാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിൽ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, വൈകുണ്ഠത്തിൽ തൂക്കേണ്ട ആവശ്യമുണ്ടോ? വൈകുണ്ഠത്തിൽ എന്തായാലും ഇതൊന്നും ഇല്ലല്ലോ, എന്താ പറയുക, ഡേർട്ടൊന്നും ഇല്ല. പിന്നെ എന്തിനാണ് തൂക്കുന്നത്? അത് ഭഗവാന്റെ നോട്ടം അവരിൽ വീഴാൻ വേണ്ടി മാത്രം അവർ ചെയ്യുകയാണ്. അതായത് സേവ ചെയ്യാൻ വേണ്ടി സേവ ചെയ്യുന്നു. അല്ലാതെ അവിടെ സ്വയം സേവ ഇല്ലെങ്കിൽ അത് സ്വയം ഉണ്ടാക്കി ഭഗവാന് വേണ്ടി സേവ ചെയ്യുക. സേവ ചെയ്യണം, അത്രേ ഉള്ളൂ അവർക്ക് ആഗ്രഹം, വേറെ ഒന്നുമില്ല. ഭഗവാന്റെ അങ്ങനെ ഭഗവാന്റെ കടാക്ഷം കിട്ടും, ഭഗവാന്റെ മെർസി കിട്ടും, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സേവ ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അചിന്ത്യമാണ്. കാരണം നമ്മളിവിടെ വിചാരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ഭഗവാനെ സേവ ചെയ്യണമല്ലോ എന്നുള്ള തലവേദന എടുക്കുക എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല വൈകുണ്ഠത്തിലെ ആൾക്കാർ. വൈകുണ്ഠത്തിലെ ആൾക്കാർ സേവ മനോഭാവമുള്ള ആൾക്കാർ. ആ മനോഭാവത്തിലോട്ട് എത്തുന്നത് വരെ നമുക്ക് ഒരു മിനിറ്റ്, ഹരേ കൃഷ്ണ, സോറി, ഒരു മിനിറ്റ് പ്രഭുജി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മനോഭാവം, നമ്മൾക്ക് ഭഗവാനെ സേവിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചോദിക്കണം. നമുക്ക് ഭഗവാന്റെ സേവ ഇഷ്ടപ്പെട്ടിട്ടാണോ, ഭഗവാന്റെ അടുത്ത് സേവ ഒരു അട്രാക്ഷൻ ഉണ്ടായിട്ടാണോ, അതോ ഭഗവാന്റെ അടുത്ത് സേവ ചെയ്യണമെന്ന് ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണോ? എൻ്റെ എന്താ പറയണേ, എൻ്റെ 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 ഗുരു പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഡിവോട്ടി പറഞ്ഞു ഇത് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തലവേദന എടുത്ത് ചെയ്യുകയാണോ എന്നുള്ളത് നമ്മളൊരു ഇൻട്രോസ്പെക്ഷൻ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ നോക്കിയപ്പം ചൈതന്യ മഹാപ്രഭു പിന്നെയും പറയുന്നത്, കൃഷ്ണനെ കുറിച്ച് പറയുന്നത്, കൃഷ്ണന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സംഘർഷനാണ്. സംഘർഷനിൽ നിന്നും മറ്റുള്ള എക്സ്പാൻഷൻസ് വരികയാണ് ചെയ്യുന്നത്. സംഘർഷൻ ആരാണ്? ബൽറാമൻ. സംഘർഷനിൽ നിന്നും ഈ മത്സ്യ, കൂർമ്മ, വരാഹ എല്ലാം വരുന്നത് സംഘർഷനിൽ നിന്നാണ്. അപ്പം ഭഗവാന് 6 തരത്തിലുള്ള അവതാരങ്ങളുണ്ടെന്ന് പറയും ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരുഷ അവതാരങ്ങളാണ്. പുരുഷ അവതാരങ്ങൾ ആരൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണൻ, പുരുഷ ബലരാമ, അല്ലല്ല, പുരുഷാവതാരങ്ങൾ. കാരണാവസാദി വിഷ്ണു, ആ ഗർഭോദയ വിഷ്ണു, കറക്റ്റ്. ക്ഷീരോദവശാലി വിഷ്ണു. കറക്റ്റാണ് മതി. ഈ 3 വിഷ്ണു, കാരണാദശായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു, ഇവരെയാണ് പുരുഷാവതാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ അവതാരങ്ങളും അതേപോലെ തന്നെ ഇതാ ഒരു വെറൈറ്റി. ഓക്കെ, ഓർത്തിരിക്കുക, 6 വെറൈറ്റീസ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പൊ പുരുഷാവതാരങ്ങൾ. ഇനി ലീലാവതാരങ്ങൾ ആര് എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാം? ലീലാവതാരങ്ങള് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ശിവനും ശ്രീരാമനും. ഈ ദശാവതാരമാണോ? ആ, ദശാവതാരങ്ങളാണ്. നമുക്കറിയാവുന്ന ദശാവതാരങ്ങൾ. ആക്ച്വലി ദശാവതാരങ്ങളല്ല, 24 അവതാരങ്ങളുണ്ട്. അത് ആണ് ലീലാവതാരങ്ങൾ. പക്ഷെ നമുക്കറിയാവുന്ന 10 ദശാവതാരങ്ങൾ എന്ന് പറയും ലീലാവതാരം. ഇനി ഗുണാവതാരങ്ങളാണ് പ്രഭുജി പറഞ്ഞ പോലെ. ആരൊക്കെയാണ് പ്രഭു ഗുണാവതാരം എന്ന് പറയുമ്പോൾ? ഗോവിന്ദരാജ് പ്രഭു. നരസിംഹമൂർത്തിയും
ശ്രീരാമൻ. അല്ല അല്ല അല്ല, ഗുണാവതാരങ്ങൾ ഗുണം. പേരിൽ തന്നെയുണ്ട് പ്രഭു. ഗുണം. ബ്രഹ്മ വിഷ്ണു മഹേശ്വര. ആ ഭക്തി. ഓക്കെ, ഗുണാവതാരങ്ങൾ. പിന്നെ നമുക്ക് ഭഗവാന്റെ ലീലാവതാരങ്ങൾ തന്നെ നമ്മൾ ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് സമയം എടുത്താലും ബോറടിച്ചാലും എല്ലാം ഒന്ന് പറഞ്ഞു പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ഇപ്പം 3 ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, ആദ്യത്തെ പുരുഷാവതാരങ്ങള് കാരണാദശ വിഷ്ണു, ക്ഷീരദശ വിഷ്ണു, ഗർഭോദശ വിഷ്ണു, 3 പേര്. പിന്നെ പറഞ്ഞത് ലീലാവതാരങ്ങൾ, ദശാവതാരങ്ങളുടെ ലീല. ഓക്കെ. പിന്നെ പറഞ്ഞു ഗുണാവതാരങ്ങൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ളത്. 4-മത്തത് മന്വന്തരാവതാരങ്ങൾ. മന്വന്തരാവതാരങ്ങളായിരിക്കാണ് ഹരേ കൃഷ്ണ. ഓക്കെ, ആർക്കും പറയാനുള്ള ധൈര്യം ഇല്ലേ? എനിക്കറിയാൻ ചോദിക്കാം. ഡൗട്ട് ഉണ്ട് പ്രഭു, പേടിയാ. അതുകൊണ്ടിട്ടാണ് എനിക്ക് തോന്നി പേടിയാ. എന്താണ് തെറ്റാവുന്ന? ഓക്കെ, മന്വന്തര അവതാരം തന്നെ പേര് പോലെ തന്നെ മന്വന്തരത്തിന്, ഓരോ മന്വന്തരത്തിനും ഭഗവാൻ ഓരോ അധിപനായിട്ട് വരുന്നുണ്ട്. അതാണ് മന്വന്തരാവതാരം. മനസ്സിലാവുന്നുണ്ടോ? മന്വന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വൈവസ്വത മനു എന്ന് പറയുന്നത് അവതാരമാണോ പ്രഭു? വൈവസ്വനും മനു എന്ന് പറയുന്നത് അവതാരമല്ല. പക്ഷെ ചില സമയത്ത് ഇപ്പം ഓരോ നമുക്ക് ജനറിക്ക് പറയാൻ വേണ്ടിയിട്ട് ഓരോ മന്വന്തരത്തിലും ഭഗവാൻ മന്വന്തരത്തിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് അവതാരം എടുക്കും. എങ്ങനെയാണോ ഓരോ യുഗത്തിനും ആ ഭഗവാൻ അവതാരം എടുക്കുന്നുണ്ട്. ഇപ്പം എത്ര യുഗങ്ങളുണ്ട്? 4 യുഗം. 4 യുഗങ്ങൾ. അപ്പൊ 4 യുഗങ്ങൾക്ക് നമുക്കറിയാം സത്യത്രേത, ദ്വാപര, കലി. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പം അതുപോലെ തന്നെ ഈ 4 യുഗങ്ങളിൽ 72, അതിനെ ഒരു ചക്രത്തിന് ഒരു യുഗ സൈക്കിൾ എന്ന് പറയും, ഒരു മഹായുഗം എന്ന് പറയും. അതുപോലുള്ള 72 തൊട്ട് 75 വരെയുള്ള യുഗ സൈക്കിളിനെ ഒന്നിച്ചാണ് മന്വന്തരം എന്ന് പറയുന്നത്. അങ്ങനെ 14 മന്വന്തരങ്ങളുള്ളതാണ് ഒരു ദിവസം ബ്രഹ്മാവിന്റെ. അതിനെ ഒരു കൽപ്പം എന്ന് പറയും. അതായത് 12 മണിക്കൂർ ബ്രഹ്മാവിന്റെ രാവിലെ മാത്രം. ഇതുപോലെ തന്നെ 12 മണിക്കൂറാണ് ബ്രഹ്മദേവന്റെ രാത്രി. അപ്പൊ ഈ ഓരോ യുഗത്തിലും യുഗാവതാരങ്ങൾ വരികയും ഓരോ മന്വയിലും അതായത് ഒരു കൽപ്പത്തിൽ തന്നെ 14 മന്വന്തരങ്ങളുണ്ട്. ആ മന്വന്തരങ്ങളിലും ഭഗവാന്റെ അവതാരങ്ങൾ വരികയും ചെയ്യും. അതിനെ അവതാരം എന്ന് പറയും. അതേപോലെ ഇത് 5 എണ്ണമായി. ഇനി 6-മത്തതെന്ന് പറഞ്ഞാൽ ശക്താവേശ അവതാരം. ആർക്കെങ്കിലും ഒരു ശക്താവേശ അവതാരത്തിന്റെ എക്സാമ്പിൾ പറയാമോ? പരശുരാമൻ പറയാം. പരശുരാമൻ, പൃഥു, ഇവരെല്ലാം. ഓക്കെ, അങ്ങനെ 6 അവതാരങ്ങളുണ്ട്. 6 തരത്തിൽ ഭഗവാന്റെ രൂപങ്ങളുണ്ടെന്ന് പറയാം. ഈ യുഗാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ യുഗത്തിനും യുഗാവതാരത്തിനെ കുറിച്ച് പറയുമ്പം സത്യയുഗത്തില് ഭഗവാൻ വെള്ളയായിട്ട് വരും, വെള്ള രൂപത്തിൽ വരും. ത്രേതായുഗത്തില് റെഡ്, ദ്വാപരയുഗത്തില് ബ്ലാക്ക് ആയിട്ടും കലിയുഗത്തിൽ യെല്ലോ ആയിട്ട് വരും. ഇത് പല സ്ക്രിപ്റ്റേഴ്സ് കോട്ട് ചെയ്തിട്ട് ചൈതന്യ മഹാപ്രഭു തന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാലോചിക്കുക, കലിയുഗത്തില് പീതാംബരനായിട്ട് വരുന്ന, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ വരും എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു സ്വയം പറയുകയാണ്. ഒന്നാലോചിക്കുക. അതാണ് അതിന്റെ മനോഹരിത എന്ന് പറയുന്നത്. ഇവിടെ അത് ചൈതന്യ മഹാപ്രഭു ഓരോ കൊട്ടേഷനും എടുത്തിട്ട് പറയുന്നുണ്ട്. സത്യയുഗത്തില് ഒരു രൂപം എങ്ങനെയാണെന്നും പറയുന്നുണ്ട്. ബ്രാഹ്മണനായിട്ട് വരികയും ഒരു മരവരിയും ആന്റിലോപ്പ്, അതായത് മാനിന്റെ തൊലിയുമാണ് ധരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ബ്രഹ്മൻ ത്രെഡ് ഉണ്ട്. അതുപോലെ രുദ്രാക്ഷ ബീഡ്സ് ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സന്യാസി ദണ്ഡവും കമണ്ഡലവും, അദ്ദേഹം ബ്രഹ്മചരിയുമാണ് സത്യയുഗത്തിൽ. ത്രേതായുഗത്തില് ഭഗവാന് റെഡ് കളറിൽ വരുമ്പോൾ, ത്രേതായുഗത്തിന്റെ ശരീരം റെഡ് ഷ്യൂ ആണ്, 4 കൈകളുണ്ട്,
സത്യയുഗത്തിലും 4 കൈ ഉണ്ടായിരുന്നു, വെള്ള ശരീരമായിരുന്നു. ഇത് റെഡ് കൈയാണ്, റെഡ് കളറ്, 4 കൈകൾ. അദ്ദേഹത്തിന് ഹെയർ ഗോൾഡൻ നിറത്തിലുള്ള ഹെയർ ആണെന്നും അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറയുന്നത് ഫുൾ വേദിക് നോളജും, അദ്ദേഹം ഒരു സ്പൂണും ലാഡിലും, അതായത് യജ്ഞം ചെയ്യാനുള്ള രീതിയിൽ, അതായത് നമുക്ക് ഓർക്കണം, ഓരോ യുഗത്തിനും ഓരോ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സത്യയുഗത്തിൽ മെഡിറ്റേഷൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുള്ള രീതിയിലുള്ള യജ്ഞത്തിന് മറ്റേ ബ്രഹ്മദണ്ഡും കമണ്ഡലവും വെച്ചാണ് തപസ്സിരിക്കുന്നത്. അതിന്റെ രൂപത്തിൽ വന്നു. ഇവിടെ ദ്വാപരം കഴിഞ്ഞ് സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിൽ വരുമ്പം ത്രേതായുഗത്തിലെ പ്രോസസ് എന്ന് പറഞ്ഞാൽ യജ്ഞമാണ്. അപ്പൊ യജ്ഞത്തിനുള്ള ഹോമിക്കുന്ന ഒരു സ്പൂണുകളുള്ള സാധനവും തീ മാറ്റാനുള്ള സാധനവും അതിനെ രണ്ടിനെ കൊണ്ടുവന്നു. ദ്വാപരയുഗത്തിൽ വരുമ്പോഴത്തേക്ക് ഒക്കുപേഷൻ എന്ന ഭഗവാന്റെ വർഷിപ്പിക്കുക എന്നുള്ളത്, അതായത് യജ്ഞം എന്താ പറയുക, അർച്ചനത്തിലൂടെ വർഷിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ കൃഷ്ണൻ ഒരു ബ്ലാക്കിഷ് ബോഡിയിലാണ്, എന്നിട്ട് ഭഗവാൻ മറ്റുള്ളവരെ സ്വയം വർഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. കലിയുഗത്തില് ഭഗവാൻ ഒരു മഞ്ഞ നിറത്തിൽ വരുന്നു പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ പുള്ളിക്കാരൻ വർണ്ണിക്കുന്നില്ല. എന്നിട്ട് ബാക്കിയെല്ലാ യുഗത്തെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു. അതിനുശേഷം, കാരണം ഇത് ഗുപ്ത അവതാരമായതുകൊണ്ട്, അതിനുശേഷം പിന്നെ അതിന് മുമ്പ് മന്വന്തര അവതാരങ്ങളെ കുറിച്ചും ചൈതന്യ മഹാപ്രഭു ഓരോ മന്വന്തരം 14 മന്വന്തരങ്ങളുണ്ടെന്നും ഓരോ മന്വന്തരത്തിലെ ഒരു ബ്രഹ്മാവിന് ഒരു ദിവസത്തിൽ 14 മന്വന്തരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു മാസത്തില് 420 മന്വന്തരങ്ങളും ഒരു വർഷത്തില് 5040 മന്വന്തരങ്ങളുണ്ടെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞിട്ട്, ഇത് മാത്രമല്ല, ഒരു ബ്രഹ്മാവിന്റെ വയസ്സിൽ, ആയുസ്സില് പുള്ളിക്കാരൻ 5,04,000 മന്വന്തര അവതാരസ്ഥനെ കാണുന്നുണ്ട്. ഒരു ദിവസം 14 മന്വന്തര അവതാരങ്ങളെയും ഒരു ജീവിതത്തില് ബ്രഹ്മാവിന് 5,04,000 മന്വന്തരങ്ങളെ കാണാൻ പറ്റുന്നു. അപ്പൊ ഇത് ഫിക്സ്ഡ് ആണെന്നും ഒരു ബ്രഹ്മാണ്ടത്തിലെ മന്വന്തരാവതാരങ്ങളെ ഓൾറെഡി ഡിഫൈൻഡ് ആണെന്നും 14 മന്വന്തരാവതാരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. കാരണം എങ്ങനെയാണെന്ന് നമ്മൾ എന്തെല്ലാം പഠിക്കാനാണെങ്കിൽ എന്തെല്ലാം പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയാം. സ്വയംഭു മന്വന്തര, അതാണ് ആദ്യത്തെ മന്വന്തരം. ആ മന്വന്തരത്തിൽ യജ്ഞ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ആ യജ്ഞ അവതാരം എന്ന് പറയുന്നതാണ് മന്വന്തരത്തിന്റെ അവതാരം. നമ്മളിത് ഇനി ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വരുന്നതാണ്. യജ്ഞ ആരുടെ മകനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്താണ് ചെയ്തത് എന്നല്ല അതിന്റെ ലീലകളെ കുറച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. രണ്ടാമത്തത് സ്വാരോഷ്ഠിഷ മന്വന്തരം എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ ആ സമയത്ത് വന്ന അവതാരത്തിന്റെ പേര് വിഭു. അങ്ങനെ ഓരോ മന്വന്തരം പറഞ്ഞിട്ട് രൈവത മന്വന്തരത്തിൽ വന്ന അവതാരത്തിന്റെ പേര് വൈകുണ്ഠ എന്നാണ്. ഈ വൈകുണ്ഠനാണ് അവതാരമാണ് ഭൗതിക ലോകത്ത് ഒരു വൈകുണ്ഠം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കുകയും ലക്ഷ്മിക്ക് വേണ്ടി സൃഷ്ടിക്കുകയും ചെയ്തത്. ചാക്ഷുഷ മന്വന്തരത്തിൽ അജിതനായിരുന്നു. ഈ അജിത അവതാരമാണ് നമ്മുടെ പാലാഴി മഥനത്തിൽ വന്നത്. വൈവസ്വത മന്വന്തരത്തിന് വാമനന് നമ്മുടെ ഇപ്പോഴത്തെ വൈവസ്വത മന്വന്തരത്തിന്റെ പേരാണ് വൈവസ്വതൻ. പുള്ളിക്കാരന്റെ പേര്, ആ മന്വന്തരത്തിലുള്ള അവതാരത്തിന്റെ പേര് വാമനൻ എന്നാണ്. ഇങ്ങനെ ഇനിയുള്ള 7 മന്വന്തരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് പുള്ളിക്കാരൻ, ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. അവരിലെ ഏത് അവതാരങ്ങളുടെ പേരും പറയുന്നുണ്ട്. എന്നാലോചിക്കുക, നമുക്കിതെല്ലാം മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കലിയുഗത്തിലെ ചൈതന്യ മഹാപ്രഭു തന്നെ കൂടുതൽ വർണ്ണിക്കുന്നില്ലെങ്കിലും സ്ക്രിപ്റ്റേഴ്സിനെ ഉദ്ധരിച്ചിട്ട് കൃഷ്ണൻ ഒരു ഗോൾഡൻ കളർ ആവുന്നു, സംഗോപാങ്കാസ്ത്ര ഭാഷണം എന്നുള്ള ആ ശ്ലോകം ഉദ്ധരിച്ച് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഇതിനുശേഷം കലിയുഗത്തില് എന്താണ് ധർമ്മമെന്നും ചൈതന്യ മഹാപ്രഭു സ്വയം പിന്നെയും വീണ്ടും
ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ച് സങ്കീർത്തനമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആരാണോ ബുദ്ധിയുള്ളത്, ആരാണോ കൂടുതൽ പഠിച്ചിട്ടുള്ളത്, അവര് അല്ലെങ്കിൽ സ്വമേധസ്സായിട്ടുള്ള ആൾക്കാർ, ബുദ്ധിയുള്ള ആൾക്കാർ, അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഒരു സങ്കീർത്തന യജ്ഞത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇതിനുശേഷം സനാതന ഗോസ്വാമി ആക്ച്വലി പറഞ്ഞു, ഞാന് ഇതെല്ലാം വർണ്ണനയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സനാതന ഗോസ്വാമി പറഞ്ഞു, ഞാന് ആക്ച്വലി വളരെ മണ്ടനാണ്. ഒരു നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചെങ്കിലും ഞാൻ മ്ലേച്ഛന്മാരുമായിട്ട് ഇടപഴകി, ഞാനൊരു മ്ലേച്ഛനാണ്, മ്ലേച്ഛനെക്കാട്ടിലും താണിരിക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ ഇപ്പോൾ എങ്ങനെ എനിക്ക് കലിയുഗത്തിന്റെ അവതാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു? അപ്പൊ ഇത് ഒന്നാലോചിക്കുക. സനാതന ഗോസ്വാമി കലിയുഗത്തിന്റെ അവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇത് ഈ കലിയുഗത്തില് എങ്ങനെ ഭഗവാൻ വന്നു എന്നുള്ളത് നമ്മൾ ശാസ്ത്രം അനുസരിച്ച് വേണം മനസ്സിലാക്കാൻ. ശാസ്ത്രങ്ങളിൽ വ്യാസദേവൻ തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കലിയുഗത്തിൽ ആരെങ്കിലും വന്നിട്ട് കലിയുഗത്തിൽ വരുന്നിട്ടില്ല, കലിയുഗത്തിലെ അവതാരമായിട്ട് ചൈതന്യ മഹാപ്രഭു വളരെ കോഷ്യസ്ലി തന്നെ പറയുകയാണ്. അതായത് ഞാൻ അവതാരമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നുള്ളത് ഇൻഡയറക്ട്ലി പറയാം. എങ്ങനെ പറയണേ? ഒരു ഭഗവാന്റെ അവതാരം ഒരിക്കലും വന്നിട്ട് പറയത്തില്ല ഞാൻ ഭഗവാനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഭഗവാന്റെ അവതാരം ഒരിക്കലും ഞാൻ ഭഗവാനാണെന്നോ ഞാൻ ഭഗവാന്റെ അവതാരമാണെന്നോ എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. വ്യാസദേവൻ എല്ലാം ഇത് അറിഞ്ഞിട്ട് എല്ലാം എന്തൊക്കെയാണ് സിംറ്റംസ് എന്നുള്ളത് എല്ലാം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ, എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇന്ത്യയിൽ പ്രത്യേകിച്ചും അവതാരങ്ങളെ തട്ടി നടക്കാൻ പറ്റത്തില്ല. ആ രീതി സിറ്റുവേഷനാണ്. നമ്മൾ ആന്ധ്രാപ്രദേശിൽ പോയി കഴിഞ്ഞാൽ ഒരു 5-6 കൽക്കി അവതാരങ്ങൾ തന്നെയുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ മുക്കുമൂലയിലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് താടിയും വെച്ച എല്ലാ ആൾക്കാർ വന്ന് പറയും, ഞാനാണ് കൽക്കി, ഞാനാണ് വിഷ്ണു, ഞാനാണ് ബ്രഹ്മ എന്ന് പറഞ്ഞ് ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വാണിംഗ് തന്നെയാണ് ഇത്. ഭഗവാന്റെ അവതാരമായാലും ഭഗവാനായാലും ഒരിക്കലും വന്നിട്ട് ഞാൻ അവതാരമാണ് അല്ലെങ്കിൽ ഞാൻ ഭഗവാനാണെന്ന് കലിയുഗത്തിൽ ഒരിക്കലും പറയില്ല. ഇനി ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഭഗവാന് ഒരിക്കലും ഭൗതികമായിട്ടുള്ള ഒരു ശരീരമില്ല. ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാന്റെ ആത്മീയമായിട്ടുള്ള ശരീരം സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ കാണുമ്പം ഭൗതികമാണെന്ന് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ ഇത് ഭഗവാൻ ആണോ അതോ സാധാരണ വ്യക്തിയാണോ എന്നുള്ളത്. പക്ഷേ ഭഗവാന്റെ ആശീർവാദത്താൽ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവും. ഇനി 2 രീതിയിലുണ്ട്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും മാർജിനൽ ക്യാരക്ടറിസ്റ്റിക്സും. ഇതുവഴി വലിയ സേജസിന്, മുനിമാർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ബോഡ്ലി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരീര ആകൃതി, എങ്ങനെയായിരിക്കും പല ചിഹ്നങ്ങള്, ശരീരത്തിലുള്ള ചിഹ്നങ്ങള്, ഇതെല്ലാം ശാസ്ത്രത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മാർജിനൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം അത് ഭഗവാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, അതിൽ നിന്നും സിംറ്റംസിൽ നിന്നും എന്താണ് പ്രവൃത്തി, അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായിട്ടുള്ള പ്രവൃത്തികളെ, അദ്ദേഹത്തിന്റെ കളറ്, ഇതെല്ലാം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സനാതന ഗോസ്വാമി അപ്പം തന്നെ പറഞ്ഞു, ശാസ്ത്രം അങ്ങ് പറയുന്നുണ്ട്, ശാസ്ത്രത്തില് പറയുന്നുണ്ട് പേഴ്സണാലിറ്റി, കളർ ഓഫ് പേഴ്സണാലിറ്റി, അതായത് ഈ കലിയുഗത്തിന്റെ കളറിനെ യെല്ലോയിഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് ഭഗവത് പ്രേമം വിതരിപ്പിക്കുകയും എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ സിംറ്റംസ് വെച്ചിട്ട് ഈ സിംറ്റംസ് പറഞ്ഞിട്ട് അങ്ങ് തന്നെ ഇതൊന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാമെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഡൗട്ട് എല്ലാം മാറുന്നു. അപ്പൊ വീണ്ടും സനാതന ഗോസ്വാമി എന്താ ചെയ്യുന്നത്? ചൈതന്യ മഹാപ്രഭുവിനെ കൊണ്ട് ഞാനാണ് കലിയുഗത്തിലെ അവതാരം എന്ന് ചൈതന്യ മഹാപ്രഭുവിനെ പറയിപ്പിക്കാനാണ് പല രീതിയിലായിട്ട് സനാതന ഗോസ്വാമി ട്രൈ ചെയ്യാൻ. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അല്ലേ സനാതന,
നീ നിന്റെ ഇന്റലിജന്റ് ആയിട്ടുള്ള ട്രിക്സ് എല്ലാം മാറ്റണം. എന്നിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞതനുസരിച്ച് നീ ഭഗവാനെ മനസ്സിലാക്കുക. ഞാൻ ഇനി ശക്താവേശ അവതാരങ്ങളെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു ട്രിക്ക് അടിച്ചു. അതായത് നമ്മൾ ഭഗവാനെ ട്രിക്ക് അടിച്ച് തോപ്പിക്കാൻ നോക്കിയപ്പം ചതനാഥന ഗോസ്വാമി ഭഗവാനെ ട്രിക്ക് അടിച്ച് തോപ്പിക്കാൻ നോക്കിയപ്പോൾ ഭഗവാൻ അതിനെക്കാട്ടിലും വേറെ സ്കിപ്പ് അടിച്ച് പോയി. എന്നിട്ട് ശക്താവേശ അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. ശക്താവേശ അവതാരങ്ങൾ 2 രീതിയിലുണ്ടെന്നും പ്രൈമറി സെക്കൻഡറി ആയിട്ട്. പ്രൈമറി വൺസ് എന്ന് പറഞ്ഞാൽ അതിന് അതായത് പ്രാഥമികവും രണ്ടാമത്തും ഉള്ളത്. അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയം എംപവർ ചെയ്യുന്നതാണ്. അതിനെ ഇൻകാർണേഷൻസ് പറയും. അതിന് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഭഗവാന് ഇൻഡയറക്ട്ലി എംപവർ ചെയ്യുന്നത്. ഇതിനെ വിഭൂതി എന്നാണ് പറയുന്നത്. ശക്താവേശം അവതാരത്തിലെ വിഭൂതി ശക്താവേശം എന്ന് പറയും. ഉദാഹരണത്തിന് കുമാരന്മാര് ശക്താവേശ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ കുമാര, നാരദന്, പൃഥു മഹാരാജ്, പരശുരാമ, ഇവരെല്ലാം ശക്താവേശ അവതാരങ്ങളാണ്. ഇനി ബ്രഹ്മദേവനായിട്ട് ഏതെങ്കിലും ഒരു ജീവാത്മാവ് വരുമ്പോൾ അദ്ദേഹവും ശക്താവേശ അവതാരമായിട്ട് കൺസിഡർ ചെയ്യുന്നു. വേറൊരു രീതി പറഞ്ഞാൽ ലോർഡ് ഭഗവാൻ ശേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ ആത്മീയ ലോകത്തുള്ള വൈകുണ്ഠത്തിലുള്ള ശേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ്. എന്നാൽ അനന്തൻ ആയിട്ട് ഈ ഭൗതിക ലോകത്തുള്ള ബ്രഹ്മാണ്ടങ്ങളെല്ലാം തലയിൽ ചുമക്കുന്ന അനന്തൻ എന്ന് പറയുന്നത് ഒരു ശക്താവേശ അവതാരമാണ്. ഇത് നമുക്ക് എത്ര ശക്താവേശ അവതാരം ഉണ്ടെന്ന് ചോദിച്ചാൽ അൺലിമിറ്റഡ് ആണ്. നമ്മള് ഉദാഹരണത്തിന് കുമാരന്മാർക്ക് എംപവർ ചെയ്തേക്കുന്നത് നോളജാണ്, അറിവാണ്. നാരദന് ഭക്തിയുത സേവനം, ബ്രഹ്മാവിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ, അനന്തന് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ധരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഭഗവാൻ കൊടുക്കുന്നതാണ്. ശേഷനാണെങ്കിൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് സേവയ്ക്കുള്ള പവറാണ് കൊടുത്തേക്കുന്നത്. പൃഥു മഹാരാജാവിന് ഭൂമിയെ റൂൾ ചെയ്യാനുള്ളതും, പരശുരാമന് ആൾക്കാരെ നികൃഷ്ടരായിട്ടുള്ള ആൾക്കാരെ കൊല്ലാനുള്ള പവറുമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു ജീവാത്മാവിന് ഭഗവാന്റെ മെർസിയാൽ ഭഗവാന്റെ ശക്താവേശം കൊടുക്കുമ്പോൾ അതിനെയാണ് ശക്താവേശ അവതാരം എന്ന് പറയുന്നത്. ഇനി ഭഗവത്ഗീതയെ പറഞ്ഞ പോലെ നമുക്ക് ഈ കൃഷ്ണന്റെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ആവശ്യമുള്ളത്? നമുക്ക് ഭഗവാന്റെ ഒരു അംശത്തിന്റെ അംശം വെച്ച് ഈ ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തെ കംപ്ലീറ്റ് നിലനിർത്തുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കുള്ള സുപ്രീം പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഭഗവാൻ ഭഗവത്ധാമത്തില് ഭഗവത്ധാമത്തിൽ വിരാജിക്കുകയാണ്, എന്നും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം സൃഷ്ടിക്കുന്ന യൂണിവേഴ്സസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടൈംസ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എത്ര ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുക. അങ്ങനെയാണ്. അതായത് ഭഗവാനെ എപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ അന്നാണ് നമുക്ക് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈതന്യബാബു പറഞ്ഞത് ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് ലീലകൾ എന്ന് പറഞ്ഞാൽ ഗംഗാജലം ഒഴുകുന്ന പോലെയാണ്. അതിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല, പിടിച്ച് എണ്ണാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഭഗവാന് ലീലകളെ എന്താ പറയാ സ്ക്രിപ്റ്റേഴ്സിൽ വർണ്ണിക്കുന്നത് സ്ക്രിപ്ചറൽ ബേസിസിൽ നമ്മൾ സ്വീകരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ചൈതന്യ മഹാപ്രഭു ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് ഭഗവാന്റെ എറ്റേണൽ പാസ്റ്റ് ടൈംസ് മനസ്സിലാക്കുന്നത്? അതൊരു നക്ഷത്ര സമൂഹം ഉണ്ടല്ലോ, നമ്മുടെ ആസ്ട്രോളജി, അതനുസരിച്ച് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അതായത് സൂര്യൻ രാത്രിയിലും രാവിലെ ആയാലും സഞ്ചരിക്കുന്ന അനുസരിച്ച് പല സോഡിയാക് സൈൻസിനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒരു സമയത്ത് ഒരു സോഡിയാക്കിൽ ഇരിക്കുമ്പം, ഒരു സോഡിയാക്ക് എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം, അല്ലെങ്കിൽ നമ്മൾ സോഡിയാക്ക് വിട്ടേക്കുക, ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ രാവിലെയും
സൂര്യൻ എവിടെ നിന്നാണോ ഡിസപ്പിയർ ചെയ്തത് അവിടെ രാത്രിയുമാവുന്നു. ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ രാവിലെ ആകുമ്പോൾ USA രാത്രിയാണ്. അതേപോലെ സൂര്യൻ ഒരിടത്ത് നിന്ന് ഡിസപ്പിയർ ആയി വേറൊരിടത്ത് അപ്പിയർ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പം ഇന്ത്യയിൽ നിന്ന് ഡിസപ്പിയർ ആയി US അപ്പിയർ ചെയ്യുന്നു. അതേപോലെ കൃഷ്ണൻ ഒരു ബ്രഹ്മാണ്ടത്തില് 125 വർഷം വരും. അദ്ദേഹം ഒരു ബ്രഹ്മാണ്ടത്തിൽ വന്ന് 125 വർഷം വന്നിട്ട് ഒരു കൽപ്പത്തില് അദ്ദേഹം ഒരു ബ്രഹ്മാണ്ടത്തിൽ കയറി 125 വർഷം വന്ന് അവിടെ വൃന്ദാവനത്തിലും ദ്വാരകയിലും ലീലകളാടുന്നു. ഇതിന് ശേഷം 125 വർഷം കഴിയുമ്പോൾ അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്ത് വേറൊരു യൂണിവേഴ്സിൽ അപ്പിയർ ആവുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും ചൈൽഡ്ഹുഡും ലീലകളും ഇതെല്ലാം സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഗോലോകത്ത് ഭഗവാൻ എപ്പോഴും എറ്റേണലി വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വൈകുണ്ഠത്തിലുള്ള ഭഗവാൻ പൂർണ്ണനാണ്. അത് ഏറ്റവും നമ്മൾ ചൈതന്യ മഹാപ്രഭു പറയേണ്ടത്, നമ്മൾ ഗ്രാമറിൽ പറയുന്ന പോലെ പെർഫെക്റ്റ്, മോർ പെർഫെക്റ്റ്, മോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം കൃഷ്ണ എന്ന് പറയുന്നത് 3 രീതിയിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടുള്ള പൂർണ്ണ പുരുഷോത്തമൻ കൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ ഗോലോകത്തുള്ള കൃഷ്ണനെ മനസ്സിലാക്കണം. ഗോലോകത്തുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പാൻഷൻസിൻ്റെയും, നേരത്തെ പറഞ്ഞ എല്ലാ വിധ ഫോംസിൻ്റെയും പ്രഭാവ വൈഭവ ഇവരെല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണ്. ഇത് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു തൽക്കാലം കൃഷ്ണന്റെ എക്സ്പാൻഷൻസിനെ കുറിച്ച് പറയുന്നത് അവിടെ വെച്ച് നിർത്തി. ഇനി അടുത്തത് കൃഷ്ണന്റെ ലീലകളുടെ മധുരമയെ കുറിച്ചാണ് വർണ്ണിക്കാൻ പോണത്. ഇവിടെ വെച്ച് ഞാൻ നിർത്താം. അടുത്ത ക്ലാസ്സിൽ മധുരമയെ കുറിച്ച് വർണ്ണിക്കുന്നത് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ.